നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് യഹോവയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര കഠിനാധ്വാനം നാം ചെയ്താലും, എത്ര പ്രയത്നിച്ചാലും, ദൈവം അനുകൂലമാകുന്ന പരിസ്ഥിതികളും സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും നമുക്കൊരുക്കി തന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും മുൻപന്തിയിലെത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് 126 സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. കണ്ണുനീരിന് വലിയ വിലയുണ്ട്. ലോകപ്രകാരം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നാം നോക്കുമ്പോൾ കണ്ണുനീരിനെ പലപ്പോഴും മനുഷ്യൻ ഗണിക്കാറില്ല. ഒരുപക്ഷെ അതിന് വലിയ വില കൊടുക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യാറില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഒരുവൻ കരയുകയാണെങ്കിൽ ആ കണ്ണുനീരിൻ്റെ വിലയെ കർത്താവ് മാനിക്കുന്നു. അത് തുരുത്തിയിൽ പകർന്നു വെച്ച് അതിനനുയോജ്യമാകുന്ന മറുപടികളെ ദൈവം ഒരുക്കി കൊടുക്കുന്നു. ദൈവവചനത്തിൽ ഹാഗാർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ തനിക്കൊരു പുരുഷ സന്താനം ലഭിക്കണം എന്നുള്ള വാഞ്ചയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നാളുകൾ കഴിയുന്നതിന് മുമ്പ് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിച്ചു. ഇന്ന് ദൈവസന്നിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, നാം മനുഷ്യരോട് പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക. കണ്ണുനീരോടെ നാം വിതയ്ക്കുക. എന്നാൽ അതിൻ്റെ പരിണത ഫലമാണ് ആർപ്പോട് കൂടിയുള്ള കൊയ്ത്ത്. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നാം തയ്യാറാകുക. അല്ലാതെ നാം എത്ര പ്രയത്നം ചെയ്താലും, അധ്വാനിച്ചാലും, ഓടിയാലും, മറ്റുള്ളവരുടെ റെക്കമെൻഡേഷന് പോയാലും മാനുഷിക സഹായങ്ങളെല്ലാം തന്നെ പരിമിതങ്ങളാണ്, താൽക്കാലികങ്ങളാണ്. മാനുഷിക സഹായങ്ങളും പരിമിതങ്ങളാകുന്ന പ്രവൃത്തികളും ഒക്കെ ചില നാളുകൾ കഴിയുമ്പോൾ അതിന് പരിമിതികളുണ്ടായി എന്ന് വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. മാനുഷിക സഹായങ്ങൾ നിന്നുപോകും, എന്നാൽ ദൈവം തുറക്കുന്ന വഴി ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അറിയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.